ഇത്തവണത്തെ തിരിച്ചുപോക്കിൽ അത്യാവശ്യം സാധനങ്ങൾ കൂടുതൽ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കാരണം സ്വന്തമായിട്ട് റൂമിലേക്ക് മാറിയതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ വീട്ടിൽ വന്നിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും കാച്ചി എണ്ണയും മമ്മിയുടെ മീൻ വറുത്തതും അച്ചാറും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും ചക്ക വറുത്തതും അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ടാണ് ഇത്തവണത്തെ പോക്ക്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയാലേ ബസ് സ്റ്റോപ്പിലേക്ക് കറക്റ്റ് സമയത്ത് എത്താനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് അധികം വൈകിക്കാൻ നിന്നില്ല, വേഗം പ്രാർത്ഥിച്ച് ഒരു വചനമൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വചനം ഏതായിരുന്നു കിട്ടിയെന്ന് എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല. എന്തായാലും നല്ലൊരു വചനം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അധിക നേരമൊന്നും ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാനായിട്ട് സമയമില്ല, പെട്ടെന്ന് തന്നെ പോയേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇറങ്ങിയെന്ന് മാത്രമല്ല ബസ് സ്റ്റോപ്പിലും എത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ചതാ നമ്മൾ നമ്മുടെ ബസ്സിലും കയറിയിട്ടുണ്ട്. ഇനി നേരെ കിടന്നുറങ്ങാം, അതേ വഴിയുള്ളൂ. കാരണം നമ്മൾ എത്തുമ്പോഴേക്കും സമയം 6 മണിയാവും. 6:30 തന്നെ നമ്മുടെ വർക്കും സ്റ്റാർട്ട് ചെയ്യുമല്ലോ. എന്തായാലും വർക്കിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു മോരുകറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സമയം കിട്ടിയായിരുന്നു. പിന്നെ ഇതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനുണ്ടല്ലോ, അതും ഒന്ന് ചൂടാക്കി ചോറ് കഴിക്കാനിരുന്നതാണ്. ഇനി പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ.